ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിനേക്കാളും ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നിയത് ഈ നാട്ടിൻപുറത്തെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. കുഞ്ഞാവേയും വല്യച്ഛനും കൂടി കക്ക പെറുക്കുകയാണ്. വല്യച്ഛൻ്റെ അവിടെ പോയതാണ്, വല്യമ്മയുടെ അടുത്ത്. അപ്പോൾ കുഞ്ഞാവ് കക്ക കഴിക്കില്ല, എന്നാലും അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതൊക്കെ വെള്ളത്തിലിറങ്ങാനൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ കക്കയൊക്കെ പെറുക്കി. ഞാൻ ഇറങ്ങാൻ നോക്കിയപ്പോഴേ എൻ്റെ കാല് ചെളി പൂന്ന് പോയതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ഈ കക്കിറച്ചി കഴിക്കുന്നതിലല്ല സന്തോഷം, കണ്ടോ അതിൻ്റെ ചുറ്റുപാടുള്ള ഒരു ഭംഗി, ആ പ്രകൃതിയുടെ ഭംഗി എന്ന് വിവരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. നിറച്ച് തെങ്ങും, പിന്നെ അതേ ദൂരെ 2 വഞ്ചിയും കിടക്കിട്ട്. സന്ധ്യ സമയമായിരുന്നു, അതായത് സൺസെറ്റ് ആവുന്ന സമയം. എല്ലാം കൂടി എന്തൊരു കാമായിട്ടുള്ള സമയമായിരുന്നു എന്നറിയോ. അങ്ങനെ ഞങ്ങൾ കക്കയൊക്കെ കൊണ്ടുവന്നു. ഇനി ഇത് നിറച്ചും വെള്ളം ഒഴിച്ച് പുഴുങ്ങാനിട്ടിരിക്കുകയാണ്. കക്ക വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പൺ ആവും അതിൻ്റെ ഷെല്ല്. അപ്പം അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇറച്ചിയാണ് നമ്മളെടുത്തത് കുക്ക് ചെയ്യുക. അപ്പോൾ കക്കയൊക്കെ വെന്ത് ഇനി അതിൻ്റെ ഉള്ളിലെ ആ മസിൽസ് എടുക്കുകയാണ്. വല്യച്ഛനും കുഞ്ഞാവയും കൂടിയാണ് ഇതൊക്കെ പണി. പുഴയിൽ നല്ലപോലെ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കക്ക പെറുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വറ്റിയ സമയമായതുകൊണ്ട് സൈഡിൽ തന്നെ നിറച്ചും കക്ക ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും പൊരിഞ്ഞ പണിയിലാണ്. അപ്പോൾ കക്കയിറച്ചിയൊക്കെ അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ആണ്. ഒരുപാട് തവണ നന്നായി കഴുകണം ഇത്, എന്നാലേ അതിന് നല്ലപോലെ വൃത്തിയാവുള്ളൂ. എത്ര കഴുകിയാലും ഈ വെള്ളം ഇങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് കക്കയുടെ ഒരു പ്രത്യേകത. എന്നാലും നമ്മൾ പരമാവധി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് നമ്മുടെ വല്യച്ഛൻ. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ കുക്കറിലിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്നും കൂടെ വേവിച്ചെടുത്തതാണ് ഈ കക്ക. ഇന്ന് ഞാൻ കക്ക വെച്ച് ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ക്ലീൻ ചെയ്ത് വേവിച്ച് വെച്ച കക്കയിലേക്ക് ഉപ്പുപൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് 1 കഷ്ണം കായം, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഉലുവ ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കക്ക ഇതിനകത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അച്ചാർ ആക്കാതെ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് ഈ കക്ക കഴിക്കാൻ. കക്ക ഒന്ന് നന്നായി ഫ്രൈ ആയി വരണം, എന്നാലാണ് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുക.
പിന്നെ കുറേ നാൾ കേടാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ നന്നായി ഫ്രൈ ആയി കക്കയൊക്കെ. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. കക്കയെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി അരിഞ്ഞു വെച്ചതുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനീഗറാണ്. വിനീഗർ ഒഴിച്ച് ഈ മസാലക്കൂട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം വേണമെങ്കിൽ, വല്ലാതെ ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി. അങ്ങനെ നമ്മുടെ കക്ക അച്ചാർ റെഡിയായിരിക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, നമ്മൾ കക്ക കൊണ്ട് മറ്റ് റോസ്റ്റും ഇതൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഈ കക്ക അച്ചാറിന്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കക്ക കഴിക്കാത്ത കുഞ്ഞാവയ്ക്ക് പോലും ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി. വീട്ടിലെല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു ഇത്. അച്ചാർ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിൽ നിറച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കക്ക കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ബൈ ബൈ.